തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു. അതാണ് ഇപ്പം നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഏലൂരിലുള്ളവർ ജയിച്ചവരാണ്. പക്ഷേ അർഹതപ്പെട്ട വിജയം ഇവിടെയും നേടിയെന്ന അഭിപ്രായം എനിക്കില്ല. കേരളത്തിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം നേരിടേണ്ടി വന്നവരാണ് നാം. നമ്മൾ പരാജയപ്പെട്ടു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനർഹമായ പരാജയം എന്നേ ഇതിന് വിശേഷിപ്പിക്കാനാവൂ. ഈ പരാജയം നാം അർഹിച്ചതല്ല. അപ്പോൾ അനർഹമായ പരാജയങ്ങളും ചരിത്രത്തിൽ ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടോളണം. തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും ശരിയുടെ പക്ഷം ജയിച്ചു കൊള്ളണം എന്നില്ല. സത്യം, നീതി, ശരിയുടെ രാഷ്ട്രീയം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കണിശമായി ജയിച്ചു വരും എന്ന് കരുതുക വയ്യ. അങ്ങനെയാണ് ചരിത്രം. ഹോവാർഡ് ഫാസ്റ്റിൻ്റെ സ്പാർട്ടക്കസ് എന്നൊരു നോവലുണ്ട്. ആ നോവലിൽ സ്പാർട്ടക്കസ് അടിമകളുടെ നേതാവായിരുന്നു. അടിമകളുടെ വിമോചനത്തിന് വേണ്ടിയുള്ള മഹാകലാപത്തിന് നേതൃത്വം കൊടുത്തയാളാണ്. കലാപം അടിച്ചമർത്തപ്പെട്ടു. സ്പാർട്ടക്കസിനെയും സഹയോദ്ധാക്കളെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണ്. കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് സ്പാർട്ടക്കസിന്റെ സഖാവായ ഡേവി സ്പാർട്ടക്കസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്പാർട്ടക്കസ്, നമ്മളായിരുന്നല്ലോ ശരി, എന്നിട്ടും നമ്മൾ തോറ്റുപോയത് എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, യുദ്ധത്തിൽ, സമരത്തിൽ, പോരാട്ടത്തിൽ ഒക്കെ എല്ലായ്പ്പോഴും ശരിയങ്ങ് ജയിച്ചു വരില്ല. ചിലപ്പോൾ തോൽക്കും. ന്യായമായും സത്യം ജയിക്കണം എന്നാഗ്രഹിക്കുന്നവർ അപ്രതീക്ഷിതമായി പരാജയം നേരിടേണ്ടി വരുമ്പോൾ ഹൃദയം പൊട്ടുന്ന വേദനയോടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്പാർട്ടക്കസിനോട് ഡേവിസ് ചോദിച്ച ചോദ്യം. ചരിത്രത്തിൽ എത്രയോ തവണ ഇത്തരത്തിൽ ശരിയായ രാഷ്ട്രീയവും നിലപാടും പരാജയപ്പെട്ടു പോകുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നാട്. 1924 ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടി 65% വോട്ട് നേടിയാണ് ജയിച്ചത്. 65%. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ആരെയും മോഹിപ്പിക്കുന്ന ഭൂരിപക്ഷമാണത്. 65% വോട്ട് നേടി ജയിച്ചു. ആ നേതാവിൻ്റെ പേരാണ് ബെനിറ്റോ മുസോളിനി. മുസോളിനി ഇറ്റലിയുടെ നേതാവായത് ബലപ്രയോഗത്തിലൂടെയല്ല, തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഒരു ദശാബ്ദം തികയുന്നതിന് മുൻപ് ജർമ്മൻ ഫെഡറൽ ഇലക്ഷനിൽ ഹിറ്റ്ലർ ജയിച്ചതും ജനങ്ങളുടെ വോട്ട് നേടിയിട്ടാണ്. നാസി പാർട്ടി 44% മറ്റോ വോട്ടൊന്ന് നേടി. ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച നേതാവാണ്. മുസോളിനി തെരഞ്ഞെടുപ്പിൽ ജയിച്ച നേതാവാണ്. മുസോളിനിയുടെ ജയം ശരിയായ രാഷ്ട്രീയത്തിൻ്റെ ജയമായിരുന്നുവോ? അങ്ങനെ വിലയിരുത്തിയിട്ടില്ല ആരും. ഹിറ്റ്ലറുടെ തെരഞ്ഞെടുപ്പ് വിജയം ശരിയായ രാഷ്ട്രീയത്തിൻ്റെ വിജയമായിരുന്നുവോ? അങ്ങനെ ആരും വിലയിരുത്തിയിട്ടില്ല. പക്ഷേ ഒന്നുണ്ട്, നൈമിഷികവും ക്ഷണികവുമായ ഇത്തരം പ്രതിലോമകാരികളുടെ വിജയം അനാദികാലം നിലനിന്നിട്ടില്ല. ആത്യന്തികമായി ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ വിജയിച്ചിട്ടുണ്ട് മിക്കയിടത്തും. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനം തന്നെ 945 ഏപ്രിൽ മാസം 28 മുസോളിനിയെ അടിച്ചു കൊന്നു എന്നാണ് ചരിത്രം. മിലാനിലെ നഗര ചത്വരത്തിൽ കെട്ടിത്തൂക്കി ആ മൃതദേഹം. അതുവഴി വന്നവരും പോയവരുമെല്ലാം ശാപവാക്കുകളോടെ മുസോളിനിയുടെ മൃതശരീരത്തിന് നേരെ കല്ലുകൾ വെറുക്കിയെറിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. 2 നാൾ പിന്നിട്ടപ്പോൾ 45 ഏപ്രിൽ 30 സ്വന്തം കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലും ചുറ്റികയും അരുവാളും ആലേഖനം ചെയ്ത ചെമ്പതാക റഷ്യൻ റെഡ് ഗാർഡുകൾ ഉയർത്തുന്ന കാഴ്ച കണ്ട് ഇനി രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വളർത്തുനായെയും കാമുകിയെയും കൊലപ്പെടുത്തിയ ശേഷം ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ വഴിതെറ്റിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയം അനാദികാലം അങ്ങ് നിലനിന്നില്ല. ഒടുവിൽ വൈകിയെങ്കിലും ജനവിരുദ്ധ രാഷ്ട്രീയത്തെ, വിനാശകാരിയായ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ
സാധിച്ചിട്ടുണ്ട്. സ്പാർട്ടക്കസ് തൂക്കിലേറ്റപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് അടിമത്തം ലോകത്തിലില്ല. അടിമത്തം തുടച്ചു നീക്കപ്പെട്ടു. അടിമകൾ വിമോചിപ്പിക്കപ്പെട്ടു. ഏറെ കാലത്തിന് ശേഷമാണെങ്കിലും. അപ്പോൾ ഏതെങ്കിലും നൈമിഷികമായൊരു പരാജയത്തിൽ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ശരിയായ നിലപാടുകൾ വിജയിക്കും, വിജയിച്ചേ തീരൂ. ആ ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ധീരമായി മുൻപോട്ട് പോവുക മാത്രമേ കരണീയമായിട്ടുള്ളൂ താനും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്തില്ല എന്നതുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യാത്ത ഒരാൾ, ഒരു വോട്ടർ, എന്ത് കാരണം കൊണ്ടാണ് വോട്ട് ചെയ്യാത്തതെന്ന് ഇപ്പം നമുക്ക് പറയാനാവില്ല. പക്ഷെ വോട്ട് ചെയ്യാത്ത ഒരാൾ UDFന്റെ പഴയ കാലം തിരികെ വരണം എന്നാഗ്രഹിക്കുമോ? അതിനൊരു സാധ്യതയുമില്ല. LDFനെ രാഷ്ട്രീയ കാരണങ്ങളാൽ എതിർക്കുന്നവർ പോലും നാട്ടിലുണ്ടായ നല്ല മാറ്റങ്ങളെ സ്വീകരിക്കുന്നവരാണ്. LDFന് വോട്ട് ചെയ്യാത്ത ഏതെങ്കിലും ഒരാൾ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും തിരിച്ചു വരണം, പഴയ UDFന്റെ പവർ കട്ടിന്റെ കാലം തിരികെ വരണം എന്നാഗ്രഹിക്കുമോ? ഉറപ്പായും ആഗ്രഹിക്കില്ല. പാഠപുസ്തകങ്ങൾ പരീക്ഷക്കാലത്ത് പോലും കിട്ടാത്ത UDFന്റെ കാലം തിരികെ വരണം എന്നാഗ്രഹിക്കുമോ? ഒരു സാധ്യതയുമില്ല. ഭവനരഹിതർക്ക് വീട് കിട്ടാത്ത, പാവപ്പെട്ടവന്റെ ഏകാശ്രയമായ പെൻഷൻ മുടങ്ങിപ്പോകുന്ന, റോഡുകൾ ഗതാഗത യോഗ്യമല്ലാത്ത, വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന, നിസ്സഹായരായ മനുഷ്യർ മരിച്ചു വീഴുന്ന, അശാന്തിയുടെ അരക്ഷിതാവസ്ഥയുടെ ഒരു കാലം, UDFന്റെ കാലം തിരികെ വരണം എന്നാഗ്രഹിച്ചിട്ടാണോ ഈ ആളുകളൊക്കെ വോട്ട് ചെയ്തത്? ഒരിക്കലുമല്ല. പിന്നെയോ, കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും നമ്മുടെ നാടിനുണ്ടായ അഭിവൃദ്ധിയും ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് നടന്നിട്ടുള്ളത്. പിന്നെയോ, ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെയോ പ്രതിപക്ഷത്തെ മറ്റേതെങ്കിലും നേതാക്കന്മാരുടെയോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗങ്ങളിൽ എവിടെയെങ്കിലും വികസനത്തെക്കുറിച്ചോ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചോ ഒരു വാക്ക് സംസാരിച്ചതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യേണ്ട മുഖ്യമായ വിഷയം നാടിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം. അതാണ്. നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവുമാണ്. കോൺഗ്രസ് UDF ശ്രമിച്ചത് ഇത് രണ്ടും ചർച്ച ചെയ്യാതിരിക്കാനാണ്. LDFനെ വിമർശിക്കാൻ പോലും, നാടിൻ്റെ വികസനത്തെക്കുറിച്ചോ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ചോ ഒരു ചർച്ചയും അവർ നടത്തിയില്ല. പകരം തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം UDF ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി, കട്ടിള, കളവ്, തട്ടിപ്പ്. അതാണ്. പ്രസംഗം, മുദ്രാവാക്യം, പാരടിപ്പാട്ട് എല്ലാം ശബരിമല, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രതീതി സൃഷ്ടിക്കുക. കളവ്, തട്ടിപ്പ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ ഔത്സുക്യപൂർവം ശ്രദ്ധിക്കും. അത് സാധാരണ നിലയിൽ മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. ഇപ്പൊ ടെലിവിഷൻ ചാനലുകൾ നിങ്ങൾ നോക്കൂ, കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മാത്രം പറയാൻ പ്രത്യേകമായ ഒരു ബുള്ളറ്റിനുണ്ട് എല്ലാ ചാനലിലും, ഇല്ലേ? പല പേരുകളിൽ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും ആ ബുള്ളറ്റിനിൽ ഉണ്ടാവുക. അത് FIR എന്ന് ഇവിടെ ആരോ പറഞ്ഞു, FIR, അങ്ങനെ പല പേരിൽ. അത് ഉദ്വേഗപൂർവമാണ് അവതരിപ്പിക്കുക. ചില പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് അതിന് ചില ആധുനിക ജൻസി പ്രയോഗങ്ങൾ ഉണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ സ്തോഭജനകമായി ഒരു പൈങ്കിളി നോവലിന്റെ തുടർക്കഥ എന്ന പോലെ ഇങ്ങനെ അവതരിപ്പിക്കും. എല്ലാ ചാനലുകളും ഇത് നടത്താൻ കാരണം എന്താണ്? അത് കാണാൻ ആളുകൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ വളരെ വൈകാരികമായി ഒരു തട്ടിപ്പിന്റെ, കളവിന്റെ കഥ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഇടതുപക്ഷക്കാർ ശബരിമല കൊള്ളയടിക്കാൻ പോകുന്നേ എന്ന ഒരു ഭയാശങ്കയോടുകൂടിയ പ്രചാരവേലയാണ് അഴിച്ചുവിട്ടത്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും ശബരിമലയിലാവട്ടെ മറ്റേത് ആരാധനാലയത്തിലാവട്ടെ തട്ടിപ്പോ കളവോ നടന്നാൽ അക്കാര്യത്തിൽ പ്രഖ്യാപിതമായ നിലപാട്, ഒരു ഇഞ്ചും മാറാത്ത നിലപാട് നമുക്കുണ്ട്. കുറ്റമറ്റ അന്വേഷണം നടത്തുക, തെറ്റ് ചെയ്തവരെ മുഴുവൻ നിയമാനുസൃത നടപടിക്ക് വിധേയമാക്കുക, വിശ്വാസികളുടെ ഒരു ചില്ലിക്കാശ് പോലും അന്യാധീനപ്പെട്ടു പോകരുത്. അതാണ് പണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തിരുവാഭരണം മോഷണം പോയപ്പോ സഖാവ് നായനാരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അന്നും ഇതായിരുന്നു നിലപാട്. കുറ്റമറ്റ അന്വേഷണം നടത്തി, മോഷണം പിടിച്ചപ്പോൾ മോഷ്ടാവ് INTUC-യുടെ നേതാവായിരുന്നു, അത് വേറെ കാര്യം. തിരുവാഭരണം തിരിച്ചെടുത്തു, ക്ഷേത്ര മുതൽ സംരക്ഷിച്ചു, പ്രശ്നം അവസാനിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാല മോഷണം പോയപ്പോൾ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹമാവട്ടെ അറിയപ്പെടുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തനുമായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. എന്ന് വെച്ചാൽ അന്വേഷണവുമില്ല, പ്രതിയെയും പിടിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പോ കേരളത്തിൽ ആരാധനാലയങ്ങളിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് LDF ആണ് ഭരിക്കുന്നതെങ്കിൽ വിശ്വാസികൾക്ക് ആശ്വസിക്കാം, മുതൽ നഷ്ടപ്പെട്ടു പോവില്ല, കള്ളനെ പിടിക്കും, ശിക്ഷിക്കും. ശബരിമലയിലും ആ നിലയിലാണ് പോകുന്നത്. അപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 2 പേർക്ക് CPM ബന്ധം, അതാണ് പ്രചരണം. 4 പേർക്ക് കോൺഗ്രസ് ബന്ധമുണ്ട്, അത് മിണ്ടുന്നില്ല. CPM ബന്ധം മാത്രമേ മിണ്ടുന്നുള്ളൂ. അതിനെ സഹായിക്കാൻ ചില മാധ്യമങ്ങളും രംഗത്ത് വന്നു. ശബരിമലയെ ഇവർ തകർക്കാൻ പോകുന്നു എന്ന നിലയിലാണ് പ്രചരണം. സത്യത്തിൽ ശബരിമലയാക്കിയത് നമ്മളാണ്, ഇടതുപക്ഷമാണ്. പണ്ട് ശബരിമല ഒരു കാനന ക്ഷേത്രമായി മാത്രമാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു മണ്ഡലകാലത്താകെ ശബരിമലയിൽ തീർത്ഥാടകരായി എത്തുന്നവരുടെ എണ്ണം 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1967-ൽ EMS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി. ശബരിമല ദേവസ്വം ബോർഡ് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി പുന്നപ്ര വയലാർ സമര നായകൻ കൂടിയായ നമ്മുടെ മഹാനായ നേതാവ് സഖാവ് PK ചന്ദ്രാനന്ദൻ നിയുക്തനായി. ആ ഘട്ടത്തിൽ ചന്ദ്രാനന്ദൻ സഖാവും ബോർഡും ഇരുന്നാണ് ഈ ശബരിമലയെ ഒരു ദേശീയ പ്രശസ്തിയുള്ള ദേവാലയമാക്കി മാറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. അന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് അയ്യപ്പ ജ്യോതി പ്രയാണം. ഇപ്പൊ പലരും മറന്നുപോയി. അയ്യപ്പ ജ്യോതി പ്രയാണം, ശബരിമലയിൽ നിന്ന് ഒരു ജ്യോതി കൊളുത്തി അത് അയ്യപ്പ ജ്യോതി എന്ന് പേരിട്ട് തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ അയൽ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലൂടെ ഒരു പ്രയാണം നടത്തി. ആ ജ്യോതിയെ സ്വീകരിക്കാൻ അവിടങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ മുന്നോട്ട് വന്നു. വലിയ പ്രചാരണം അഴിച്ചുവിട്ടു. ഓരോ സ്വീകരണങ്ങളും വാർത്തകളായി അവിടുത്തെ പത്രങ്ങളിൽ വരുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തി. അങ്ങനെ തമിഴ് പത്രങ്ങളിൽ, കന്നഡ പത്രങ്ങളിൽ, തെലുങ്ക് പത്രങ്ങളിലെല്ലാം കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച്, അവിടുത്തെ ഐതിഹ്യത്തെക്കുറിച്ച്, അയ്യപ്പ ജ്യോതിയെക്കുറിച്ച് വാർത്തകൾ പ്രചരിച്ചു. അങ്ങനെയാണ് പിന്നീട് പടിപടിയായി തമിഴ്നാട്ടിൽ നിന്നും, കർണാടകയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നുമൊക്കെ ഭക്തരുടെ ഒഴുക്ക് ശബരിമലയിലേക്ക് വന്നു തുടങ്ങിയത്. അങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലാകെ അറിയപ്പെടുന്ന അതിപ്രശസ്ത ദേവാലയങ്ങളിൽ ഒന്നായി ശബരിമല മാറിയത്. ഇപ്പൊ ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് എത്ര പേർ വന്നു എന്നാണ് കണക്ക് പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? 51 ലക്ഷം പേരോ മറ്റോ വന്നു എന്നാണ് കണക്കെന്നാണ് എൻ്റെ ഓർമ്മ. 1 ലക്ഷത്തിൽ നിന്ന് 51 ലക്ഷമായി മാറി. ഈ വളർച്ചയുടെ പിന്നിൽ സഖാവ് ചന്ദ്രാനന്ദൻ നയിച്ച ദേവസ്വം ബോർഡിന്റെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയ ഇടപെടലുകളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ശബരിമല ക്ഷേത്രത്തെ ദേശീയ പ്രശസ്തിയുള്ള ക്ഷേത്രമാക്കി മാറ്റിയ അതിൻ്റെ നേരവകാശികളാണ് ഇടതുപക്ഷം. പക്ഷെ ആ ഇടതുപക്ഷത്തെ ഒരു പുകമറയ്ക്കുള്ളിലാക്കി തെറ്റായ ഒരു പ്രതീതി സൃഷ്ടിച്ച് കേരളത്തിലെ ഭക്തർക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ചില സംശയങ്ങൾ, അവ്യക്തതകൾ ഉണ്ടാക്കി വോട്ട് തട്ടാനുള്ള നീക്കമാണ് നടന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്ക്,
ശബരിമലയെക്കുറിച്ച് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പ്രസംഗിക്കുന്നുണ്ടോ? ഇപ്പം മിണ്ടുന്നേയില്ല. കാരണം എന്താണ്? അന്വേഷണം ഓരോ ദിവസം പിന്നിടുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരാണ്. ഞാൻ ഈ യോഗത്തിലും ആരുടെയും പേരൊന്നും പറയുന്നില്ല. മണിക്കൂറുകൾ എണ്ണിക്കഴിഞ്ഞു. ജയിലിലേക്ക് പോകുന്നവരുടെ നിരയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒന്നാം നിര നേതാക്കന്മാർ, ചിലർ മരിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഒരറ്റം ഡൽഹിയിലേക്ക് നീളുന്നു എന്ന് വാർത്തകൾ വരുന്നു. അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഇപ്പൊ നമ്മൾ ആരും പ്രവചിക്കുന്നില്ല. ഒന്നുറപ്പാണ്, ഇപ്പൊ കോൺഗ്രസ് ശബരിമല എന്ന അധ്യായം അടച്ചു വെച്ചു. പക്ഷേ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോഴേക്ക് ജനങ്ങളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരിക കോൺഗ്രസിനായിരിക്കും. ഒരു സംശയവുമില്ല, അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരായുധം അത്രയേ ഉള്ളൂ, അതാണ് ഉപയോഗിച്ചത്. പക്ഷെ അതുകൊണ്ട് അനാദികാലം ജനങ്ങളെ പുകമറയ്ക്കുള്ളിൽ നിർത്തിക്കളയാം എന്ന് ധരിക്കാൻ കഴിയില്ല. ശരിയായ വസ്തുതകൾ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇപ്പോഴോ ഇതിൻ്റെ അനുബന്ധമായി എന്തെല്ലാം പ്രചരണങ്ങളാണ്. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി, ഒരു മഹാ അപരാധമാണ്. ഇത് കേട്ട് തലയും വാലുമില്ലാതെ അഭിപ്രായം പറയുന്ന പലരുമുണ്ട്. എന്താണ് വസ്തുത? ദേവസ്വം ബോർഡ് ശബരിമലയിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി വരുന്നു. എല്ലാ സമുദായ സംഘടനാ നേതാക്കന്മാരെയും ക്ഷണിക്കുന്നു. അവരെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരെല്ലാം ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ വന്ന് വേദിയിലേക്ക് പോകുന്നു. 100-300 മീറ്റർ ദൂരമുണ്ട്. നടന്നു പോകാവുന്നതല്ല, ഒരിത്തിരി കൂടുതലുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുടെ കാറിൽ അങ്ങോട്ട് പോവുകയാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഗസ്റ്റ് ഹൗസിൽ നിന്നും വേദി വരെയുള്ള ദൂരത്തേക്ക് മറ്റൊരു വാഹനത്തിനും അനുവാദമില്ല പോകാൻ. അതാണ് കാണേണ്ടത്. ഇപ്പൊ ഈ പറയുന്നവർ പറഞ്ഞാൽ തോന്നും വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ കാറൊന്നും ഇല്ലാത്ത BPL റേഷൻ കാർഡുള്ള ഒരു പാവമാണ്. അയാളെ ജീവിതത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി കാറിൽ കയറ്റി. അങ്ങനെയാണോ? അങ്ങനെയൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പ്രശ്നം എന്താണ്? ഗസ്റ്റ് ഹൗസ് മുതൽ വേദി വരെ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ അനുവാദമുള്ളൂ. അത് സുരക്ഷാ കാരണം കൊണ്ടാണ്. ബാക്കിയുള്ളവരൊക്കെ നടന്നു പോകുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യാം. പക്ഷെ വയസ്സ് 89 89 വയസ്സുള്ള ഒരാള് ഇവിടുന്ന് ഈ ദൂരം നടന്നു പോവാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രി കാറിലേക്ക് കയറുന്നു. അദ്ദേഹവും വന്നു കയറി. മനുഷ്യപ്പറ്റുള്ളവരാരെങ്കിലും പറയൂ, നിങ്ങൾ കാറിൽ കയറാൻ പാടില്ല, നിങ്ങൾ നടന്നു വന്നോളാം, അങ്ങനെ പറയൂ ഈ പ്രായത്തിലുള്ള ഒരാളോട്? ആരും, മനുഷ്യരായി പിറന്നവരാരും അങ്ങനെ പറയില്ല. അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേരിൽ കണ്ടു, ചിരിച്ചു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, ഒരു വേദിയിൽ അടുത്ത കസേരയിലിരുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയവും നിലപാടും സമീപനവും ഒക്കെ മാറിപ്പോവൂ. ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇത്തരത്തിലുള്ള 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും തർക്കന്യായമായി ഉന്നയിക്കാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വലിപ്പം ഓരോ ദിവസവും സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹത്തെ സമുദായ സംഘടനകളെ കുറിച്ച്, അതിന്റെ നേതൃത്വത്തെ കുറിച്ച്, തങ്ങളുടെ ഭജന സംഘത്തെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി വിടുവായത്തരം പ്രസംഗിച്ച് ആ പ്രസംഗത്തിന്റെ മാറ്റൊലി നിലയ്ക്കുന്നതിന് മുൻപ് കേരളത്തിലെ പ്രബലമായ ഒരു സമുദായ സംഘടനയുടെ നേതാവ് പറയുന്നു, എൻ്റെ വീട്ടിൽ 1.5 മണിക്കൂർ എൻ്റെ തിണ്ണ് നിറങ്ങി എന്നാണ് പറഞ്ഞല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. ഇത് രണ്ടും കൂടി ചെയ്യാൻ പാടുണ്ടോ? ഒന്നുകിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച് അടിയുറച്ച് നിൽക്കണം, അല്ലേ പിന്നെ ഈ പണിക്ക് പോകരുത്. പച്ച കള്ളം പറയാൻ മടിയില്ലാത്ത ഒരാൾ കേരള രാഷ്ട്രീയത്തെ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത്? ഔദ്യോഗിക വാഹനം ഒഴിവാക്കി രഹസ്യമായി
മറ്റൊരു മത നേതൃത്വത്തെ കാണാൻ വേണ്ടി പോകുന്നു. വാർത്താലേഖർ ചോദിച്ചാൽ പറയണം എൻ്റെ വണ്ടി കേടായി പോയി എന്നാണ്. അപ്പൊ പിന്നെ എന്തിനാണ് എസ്കോർട്ട് ഒഴിവാക്കിയത്? ആ വണ്ടിയും കേടായോ? നാളെ ചിലപ്പോൾ അതും പറയും എൻ്റെ വണ്ടി കേടായ ഉടനെ പോലീസ് പാർട്ടിയുടെ വണ്ടിയും കേടായി, അപ്പൊ പിന്നെ രക്ഷയില്ല. അങ്ങനെ പറയൂ? ആരെയാണ് ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? എല്ലാത്തരം വർഗീയതയെയും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ രണ്ടാമത്തെ സംഘചാലകായ സർസംഘചാലകായ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ വർഗീയവാദി MS ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷം അദ്ദേഹത്തിന്റെ ചിത്രത്തിന് താഴെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ഗോൾവാൾക്കറെ കുറിച്ച് സ്തുതിഗീതം പ്രസംഗിച്ച് RSSന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ച ശേഷം ഈ വിമർശനം ഉയർന്നു വരുമ്പോൾ ഇതുവരെയും ഇന്നലെയും അദ്ദേഹം പറയാണ് ഞാൻ ഒരു പുസ്തക പ്രകാശനത്തിന് പോയിന്ന്. അതല്ലല്ലോ ചോദിച്ചത്. ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ അപ്പുനായരെന്നാണോ കേൾക്കുന്നത്? നിങ്ങൾ പുസ്തക പ്രകാശനത്തിന് പോയ കാര്യമല്ല ചോദിക്കുന്നത്, അത് വേറെ. പി പരമേശ്വരന്റെ പുസ്തക പ്രകാശനത്തിന് പോയി, അത് വേറെ. ഇത് ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSSന്റെ കേരള നേതൃത്വം ആലോചിച്ചുറപ്പിച്ച് ക്ഷണിച്ചത് VD സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെയാണ്. ആ ക്ഷണം നിങ്ങൾ സ്വീകരിച്ചു. ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് താഴെ വെച്ച നിലവിളക്ക് നിങ്ങൾ കൊളുത്തി. ഗോൾവാൾക്കറെ കുറിച്ച് വാദോരാതെ നിങ്ങൾ പുകഴ്ത്തി പ്രസംഗിച്ചു. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പുസ്തക പ്രകാശനത്തിന് പോയി എന്ന് പറഞ്ഞാൽ മതിയോ? ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ആസൂത്രിതമായി കള്ളം പറഞ്ഞ് ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കം. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് വിലയിട്ടത് കുന്ദൻ ചന്ദ്രാവത്ത് എന്ന് പറയുന്ന RSSന്റെ നേതാവാണ്. ഉജ്ജയിനിയിലെ പൊതുപരിപാടിയിൽ ലോകസഭാംഗങ്ങളായ BJP നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ തല അറുത്തെടുത്ത് കൊണ്ടുവന്നാൽ 1 കോടി രൂപ ഇനാം തരാം എന്ന പരസ്യ പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവിന്റെ തലയെടുത്താൽ 100 രൂപ തരാം എന്ന് ഏതെങ്കിലും RSSകാരൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതെന്ത് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വിലയില്ലാതെ പോയി? മറ്റൊന്നുകൊണ്ടുമല്ല, ആ തല RSSനെ അലോസരപ്പെടുത്തുന്നില്ല. RSSന് ഇഷ്ടപ്പെട്ട വ്യക്തിത്വമാണ്. അങ്ങനെ ആരെങ്കിലും തലയെടുത്താൽ ഗോൾവാൾക്കറുടെ അടുത്ത ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേറെ ആളെ തിരയേണ്ടി വരും. അതുകൊണ്ട് RSSൽ നിന്ന് ഒരു ഭീഷണിയും പ്രതിപക്ഷ നേതാവിന് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. RSSന്റെ വർഗീയതയ്ക്കെതിരെ ജീവൻ കൊടുത്ത് പോരാടിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഏതെങ്കിലും ഖതറിട്ട ഒരാളുടെ നഖത്തിനൊരു പോറൽ RSSന്റെ വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല. RSSനെതിരെ പൊരുതി ജീവൻ ബലിയർപ്പിച്ച ധീര രക്തസാക്ഷികളുടെ മഹാപൈതൃകമാണ് CPIM പ്രതിനിധാനം ചെയ്യുന്നത്. അതോടൊപ്പം എല്ലാ വർഗീയതയെയും എതിർക്കും. ഏത് രൂപഭാവങ്ങളിൽ വർഗീയത പ്രത്യക്ഷപ്പെട്ടാലും അതിനോടെല്ലാം സന്ധിയില്ലാതെ പോരാടും. അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും വേണ്ടില്ല, SDP ആയാലും വേണ്ടില്ല, ഇനി പിറക്കാനിരിക്കുന്ന വർഗീയതയായാലും വേണ്ടില്ല. എന്നാൽ എല്ലാത്തരം വർഗീയതയോടും സന്ധി ചെയ്ത് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നും RSS ആചാര്യന്റെ ജന്മശതാബ്ദിക്ക് വിളക്ക് കൊളുത്താൻ പോയും RSSനെ കൂട്ടിപ്പിടിച്ചും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി സന്ധി ചെയ്തും കേരളത്തെ കുട്ടിച്ചോറാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജാഗ്രതയോടെ പ്രതിരോധിക്കാൻ മലയാളികൾ ഒന്നടങ്കം രംഗത്തിറങ്ങേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളം ഇന്ന് ആർജിച്ച നേട്ടങ്ങളും കേരളം ഇന്ന് എല്ലാവർക്കും ഉറപ്പു നൽകുന്ന സമാധാന ജീവിതവും താറുമാറാക്കാൻ ശ്രമിക്കുന്ന ഈ വലതുപക്ഷ വർഗീയ ശക്തികളെ പ്രതിരോധിക്കാനുള്ള ഇടതുപക്ഷ സമരങ്ങൾക്ക് അനശ്വരനായ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ നേതാവ് സഖാവ് E. ബാലാനന്ദന്റെയും അനശ്വര രക്തസാക്ഷി അബ്ദുൾ റസാഖിന്റെയും ഓർമ്മകൾ കരുത്തു പകരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടു സഖാക്കളുടെയും ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.